ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള നല്ലൊരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് 5 മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് പിച്ചിട്ട് കൊടുക്കുക. അധികം ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ബ്രെഡൊക്കെ പീസാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് അളവിൽ ഇഞ്ചി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് മാത്രമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. ഇത് മുളക് പൊടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കുറച്ച് മല്ലിയില ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പിടി കറിവേപ്പിലയും കൂടി ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഈ മസാല ബ്രെഡൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ചെറിയ ഒരു രീതിയിൽ നുള്ളിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഇത് നുള്ളിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഇത് വളരെ കുറഞ്ഞ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഒരു ഭാഗം നമുക്ക് കുക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് മറു സൈഡ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് ഒരു ഭാഗം കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തേത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 4-5 കഷ്ണം ബ്രെഡ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പ്ലേറ്റ് നിറയെ ചായക്കടി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എല്ലാതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.